ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് കോവയ്ക്ക കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് എൻ്റെ പറമ്പിൽ ഉണ്ടായ കുറച്ച് കോവയ്ക്കയാണ്. അപ്പോൾ അത്യാവശ്യം അവിടെ എവിടെയായിട്ട് കുറച്ചൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വളമൊന്നും ചെയ്ത് നട്ട് വളർത്തുന്ന ഒരു ഇന്നല്ല കേട്ടോ. ഇടയ്ക്ക് ഞാനൊരു കമ്പ് നട്ടിരുന്നു. അത് നല്ലോണമൊക്കെ ഒന്ന് പൊടിച്ച് വന്നതിന് ശേഷം വെട്ടിക്കളഞ്ഞു കേട്ടോ. വെട്ടിക്കളഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കി കുറച്ച് കമ്പൊക്കെ കിടന്ന് അങ്ങനെ പൊടിച്ച് വന്നതാണ്. അപ്പോൾ അത് അവിടെ ഇവിടെ നിന്നൊക്കെ ആയിട്ട് അത്യാവശ്യം ഇത്രയും കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ചെടിയാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് വീട്ടിലൊരു മെഴുക്ക് പുരട്ടി ഒരു തോരനും ഒക്കെ വയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഇത്രയും കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാമേ. അപ്പോൾ ഞാൻ ഇവിടെ കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നൊരു കോവയ്ക്ക കൊണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് കോവയ്ക്ക ഇതേപോലെ നടുക്കായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും അതിനെ ഓരോന്നിനെയും രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു കോവയ്ക്കയെ ചെറിയ ചെറിയ പീസാക്കി 4 പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. കണ്ടല്ലോ, ചിലതൊക്കെ നല്ലോണം ഒന്ന് പഴുത്ത കോവയ്ക്കയുണ്ട് കേട്ടോ. പക്ഷേ അതും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കോവയ്ക്ക് രണ്ടായിട്ട് അങ്ങനെ 4ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കടുക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം ഒരു വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമേ. അതെല്ലാം നല്ലോണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവാള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കാമേ. അപ്പോൾ സവാള ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറി വഴണ്ട് വരണം കേട്ടോ. അപ്പോൾ ആ പരുവത്തിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തോടോട് കൂടിയാണെങ്കിലും ചതച്ചെടുക്കാമേ. ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ആ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണം വരുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. അതുകൊണ്ട് മസ്റ്റായിട്ടും അതിട്ട് വേണം കേട്ടോ. അത് ചതച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, സവാളയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂണ് മസാലയും കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ പൊടികളുടെയൊക്കെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കോവയ്ക്ക ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ കോവയ്ക്ക ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിനേക്കാളും ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ സവാള വഴറ്റാനായിട്ട് കുറച്ച് ഉപ്പിട്ടിരുന്നു. ഇനി നമുക്ക് കോവയ്ക്കയ്ക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കോവയ്ക്ക മുങ്ങി നിൽക്കാൻ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. തീ ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം അതങ്ങ് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോവയ്ക്കയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. മസാല വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റിയും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനെ നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്ക് ഈ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ആ വെള്ളവും ഈർപ്പവും ഒക്കെ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വീർപ്പമല്ല നല്ലോണം ഒന്ന് വറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്.
കേട്ടല്ലോ. നമ്മൾ അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ ഈർപ്പമൊക്കെ ഒന്ന് വറ്റി നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.